പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനി ഇട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയാൻ മേല. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? ഉത്തരം പറ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു. അല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ